Hello everyone, welcome back to our channel. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗിൻ്റെ സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ ഡെയിലി റൂട്ടീൻ എന്ന് പറയാം. നമ്മുടെ ഡെയിലി റൂട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം വരണില്ലെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ടോക്കിയോയുടെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അവൾക്ക് എന്തൊക്കെയാണ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതും പിന്നെ സപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇന്ന് അവളെ എങ്ങനെയാണ് ഞങ്ങൾ നോക്കുന്നത്, അതായത് രാവിലെ തൊട്ട് എങ്ങനെയാണ് ഷെഡ്യൂൾസ് എങ്ങനെയാണെന്ന് കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ ലഞ്ച്, നമ്മുടെ ഡിന്നർ, നമ്മൾ എവറിത്തിങ് എന്ന് പറയുന്നില്ല, കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഹായ് ഗൈസ്, ഇപ്പം സമയം 8 മണിയായിട്ടുണ്ട്. ടോക്കിയോടെ എഴുന്നേൽക്കുന്ന സമയം 8 മണിയല്ല, അവൾ എഴുന്നേൽക്കുന്നത് 5:36. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവൾ എന്തായാലും എഴുന്നേൽക്കും. പിന്നെ അവളെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ പീ പോട്ടി ചെയ്യുക. അത് ഞാൻ എഴുന്നേൽക്കണമെന്നൊന്നുമില്ല. ഇപ്പം ആദ്യമൊക്കെ ഞാൻ എഴുന്നേറ്റ് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണമായിരുന്നു. ഇപ്പം ഏകദേശം ഒരു മാസമായി. അപ്പം അവൾ സ്വന്തമായിട്ട് തന്നെ ഇപ്പം പഠിച്ചു, പിന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അവൾ അവിടെ തന്നെ പോയി പീ പോട്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവളത് കഴിഞ്ഞ് എന്നെ വിളിക്കാൻ വരും. അതുകൊണ്ട് ഞാനിപ്പോൾ എഴുന്നേൽക്കുന്ന സമയമെന്ന് പറയുമ്പോൾ 6:30ക്ക് മുന്നേക്ക് ഞാൻ, അതാണ് അവളുടെ ആദ്യത്തെ പരിപാടികൾ. പിന്നെ അത് കഴിഞ്ഞ് കളിക്കുന്ന പരിപാടിയാണ് ഇത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് കളിക്കാനൊക്കെ അവളെ വിടും കേട്ടോ. വീട്ടിനകത്തുള്ള കളിയൊക്കെ ഉള്ളൂ, ഞങ്ങൾ പിന്നെ വെളിയിലോട്ടൊന്നും ഇറക്കില്ല. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് യിപ്പി നൂഡിൽസാണ്. കാർത്തി ഒരുപാട് ദിവസം കൊണ്ട് ചോദിക്കുകയാണ്. ഞങ്ങൾ സാധാരണ ഇവിടെ മേടിക്കാറില്ല. എനിവേസ് ഇന്ന് അവളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പം 8:30 മണിയായി. ഞങ്ങളൊരു 8:39 ആകുമ്പോഴത്തേക്ക് കഴിക്കും. ടോക്കിയോക്ക് കൊടുത്തിട്ട് നമ്മൾ എല്ലാവരും കഴിക്കുമായിരിക്കും. അവൾക്ക് എന്തായാലും റോയൽ കനാൻ ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഇച്ചിരി ചിലപ്പോൾ അവൾ മടിക്കും, ചിലപ്പോൾ ഞാൻ വാരി കൊടുക്കണം. അങ്ങനെ മടുപ്പ് വരാതിരിക്കും അവൾ ഫേവറേറ്റ് ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, അത് ഞാൻ ഇച്ചിരി മിക്സ് ചെയ്ത് കൊടുക്കും. സോ ആസ് യൂഷ്വൽ കാത്തി ഭയങ്കര ഹാപ്പിയായി നൂഡിൽസ് കണ്ടപ്പോൾ തന്നെ. കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ പാവം. കാരണം ഞാൻ അങ്ങനെ മേടിക്കാറില്ല നൂഡിൽസ്. ആസ് യു നോ ഇറ്റ്സ് അൺഹെൽത്തി. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ മഷ്റൂം ബിരിയാണി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കുറച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒരു സ്മെല്ല് വരില്ലേ, നല്ലൊരു സ്മെല്ല് വരുമ്പം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കരിവേപ്പില, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഉപ്പ്, ഇത് ഇത്രയും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അപ്പം നമ്മൾ സവാള ഒരുവിധം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ച് വേവിക്കുക. ആ സമയം നോക്കി നമുക്ക് മഷ്റൂം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി. നല്ല ഫ്രഷ് മഷ്റൂമാണ് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ കുഞ്ഞമ്മ വീട്ടിൽ വാങ്ങിച്ചു വെച്ചേക്കായിരുന്നു. ഞങ്ങൾ പിന്നെ ഇന്നലെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തതായിരുന്നു മഷ്റൂം ബിരിയാണി വെക്കാൻ. കാരണം കാർത്തിക്ക് പൊതുവേ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് സ്ലൈസ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പം ഇത് ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് അരിയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് മഷ്റൂമിൻ്റെ ബൈറ്റ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് അരിയണമായിരിക്കും ബെറ്റർ. ഇതിപ്പോൾ സവാള ഇപ്പോൾ ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്തതെന്ന് വെച്ചാൽ ബിരിയാണി മസാല ഞാൻ ഒരു സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ചിക്കൻ മസാലയോ ചിക്കൻ സ്റ്റോക്കോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ ചിക്കൻ മസാല ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. സാധാരണ ഞങ്ങൾ ഇതുപോലെ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്കോ ഒക്കെ സാധാരണ ചേർക്കുന്നതാണ്. ബട്ട് ഇന്നിപ്പോൾ നമ്മൾ ചേർക്കുന്നില്ല, കാരണം പൂജ വെപ്പൊക്കെ അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ വ്രതത്തിലാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ അരി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. 1/2 hour വെച്ചിരുന്നാൽ മതി കേട്ടോ. ഈ അരി മാത്രമല്ല, ഈ അരി നീളം ഉള്ള അരിയല്ല, ഇത് കുഞ്ഞരിയാണ് കേട്ടോ. നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി നീളത്തിന് അരിഞ്ഞാലും മതി. ഇതിപ്പോൾ ഞാൻ നീളത്തിന് അരിഞ്ഞേക്കുന്നത്, നീളത്തിനോ അല്ലെങ്കിൽ ക്യൂബ്സായിട്ട് അരിഞ്ഞാലും മതി. ഈ സമയത്ത് തക്കാളി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് ഒരു 5 to 7 minutes അടച്ചു വെച്ച് വേവിക്കുക. അതുപോലെ തന്നെ ഒരു സൈഡിൽ ബിരിയാണി പാൻ എടുക്കുക. അതിലോട്ട് നമ്മൾ ഗീ ചേർക്കണം. ഗീ ചേർത്തതിന് ശേഷം നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മുടെ ലൂസ് മസാല ഏതൊക്കെയാണ്, നമ്മൾ ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം കൂടി ചേർത്ത് ഇതിനോട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് ചേർത്ത് വീണ്ടും സോട്ട് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇതിനോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മഷ്റൂമും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ റൈസിന് വേണ്ടിയിട്ടുള്ള സവാള നന്നായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി, പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി ഉള്ള വെള്ളമാണ് ഇത് ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് 5 minutesോളം നന്നായിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റ് പരുവാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരുവിധം റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാവണം. ഈ സമയത്ത് നമ്മൾ ഊറ്റി വെച്ചേക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുവിധം ഈ ഒരു മോഡ് എത്തുമ്പം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതേ സമയത്ത് നമുക്ക് നമ്മുടെ മസാല എന്തായി നമുക്ക് നോക്കാം. മഷ്റൂംസ് നന്നായിട്ടൊന്ന് ഒരു കറിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയല്ല ആവശ്യം, നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് പരുവാക്കണം. അതാണ് നമുക്ക് ആവശ്യം. കാരണം നമ്മളിത് ദമ്മായിട്ടാണ് എടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ചേർക്കുന്നത് കാഷ്യൂനട്ടിൻ്റെ പൗഡറാണ്. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചേർക്കുന്നത് തന്നെ. അരി ഇപ്പം കറക്റ്റ് ഒരു റോസ്റ്റ് പരുവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കേണ്ടത് ഉപ്പ്, പിന്നെ ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ചൂടുവെള്ളം ചേർക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം 2 കപ്പ് അരി ആണെന്നുണ്ടെങ്കിൽ ഒരു 3.5 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിലാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉപ്പിൻ്റെ ഒരു കണക്ക് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ബിരിയാണിയുടെ റൈസ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പം അത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവണമെങ്കിൽ കറക്റ്റ് ഉപ്പായിരിക്കണം. ഉപ്പ് ഇപ്പോൾ എങ്ങനെ നോക്കണ്ടതെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ വെള്ളം, ഇപ്പോൾ ഈ കാണുന്ന വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് രുചിച്ച് നോക്കുമ്പോൾ ഉപ്പ് ഇത്തിരി കൂടുതൽ ആയിരിക്കണം, എന്നാലേ ആ റൈസിൽ ഉപ്പ് കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മൾ മഷ്റൂം ഒരുവിധം റോസ്റ്റ് പരുവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ റൈസ് ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. ടോക്കിയോക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ആലോചിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ
ടോക്കിക്ക് ഫിഷ് ഇഷ്ടമാണ്. അപ്പം നെത്തോലി മീനാണ് ഇരിക്കുന്നത്. അപ്പം കുറച്ച് നെത്തോലി മീനും പിന്നെ അതുപോലെ തന്നെ ഞാൻ രാവിലെ കുറച്ച് ഡാല് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതും പിന്നെ നെത്തോലി മീനിൻ്റെ കൂടെ തന്നെ ഞാൻ 2 കഷ്ണം ക്യാരറ്റും കൂടെ ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെള്ളം വറ്റണ വരെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി റൈസ് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ദമ്മാക്കണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് റൈസ് എടുത്ത് നമുക്കൊന്ന് മാറ്റാം. വേറൊരു പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ദമ്മാക്കാം. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി ദമ്മാക്കാനുള്ള എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചേക്കുകയാണ്. ടോപ്പിങ്സിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് വെച്ചാൽ ഞാൻ ഫ്രൈഡ് ഓണിയൻസും കൊറിയൻഡർ ലീവ്സും മാത്രം, മല്ലിയിലയും കൂടെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ദമ്മാക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ നമ്മുടെ ടോക്കിയോയുടെ ഫിഷ് ക്യാരറ്റും റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ NNTയുടെ പൗഡർ അത് കൂടെ ചേർത്ത് പിന്നെ ഡാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ദം മഷ്റൂം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ടു സെർവ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയണം കേട്ടോ. നമ്മുടെ ഈ മസാലകൾ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റൈസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവുള്ളൂ കേട്ടോ. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് എന്തായാലും സക്സസ്ഫുള്ളായി. എല്ലാവർക്കും മഷ്റൂം ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആക്ച്വലി ഇതുവരെയും നോൺ വെജിറ്റേറിയൻ ബിരിയാണി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ടോക്കിയോ സൈഡിൽ ഇന്ന് കഴിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടു ഫുഡ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാരി കൊടുക്കേണ്ടി വന്നു. ടോക്കിയോ ഗുഡ് ഗേൾ. ഞാൻ പിന്നെ മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം, അതായത് രാവിലെ കഴിച്ചാലും ഉച്ചയ്ക്ക് കഴിച്ചാലും വൈകിട്ട് കഴിച്ചാലും ഞാൻ ടോക്കിക്ക് മസ്റ്റായിട്ട് ഞാനൊന്ന് വൈപ്സ് ഇട്ട് ഞാൻ തുടച്ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഇവർക്ക് കൊടുക്കുന്നത് ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഫിഷ് നമ്മൾ കൊടുക്കുമ്പം ബെറ്റർ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുമ്പം ഉരുളയാക്കി കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അവരത് എന്തായാലും ഒരു കുഞ്ഞാണ്, ഒരു മെസ്സി ഈറ്റേഴ്സ് ആയിരിക്കും. അവർ കഴിക്കുമ്പം അവരുടെ ഫേസിലൊക്കെ ആവും, പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പം ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പെറ്റ് വൈപ്സ് ഉണ്ടല്ലോ, എന്തായാലും അതൊക്കെ ഓൺലൈനിൽ കിട്ടും. പിന്നെ വാങ്ങിക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ വെറ്റിനറിയൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുക ഏത് വൈപ്സ് ഉപയോഗിക്കട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് ചെക്ക് ചെയ്യുക, ആൽക്കോഹോൾ ഫ്രീയോ അങ്ങനത്തെ വൈപ്സ് നോക്കി മേടിക്കുക. അത് വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് അപ്പം ആ ഒരു സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹായ് ഗൈസ്, അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, ഞാൻ അവൾക്കറിയാം ടൈം 6:30ക്കാണ് ഞാൻ മൈബി കൊടുക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെന്നും ആൾക്കറിയാം. ഞാൻ ഫ്രിഡ്ജ് തുറക്കുമ്പം പൊതുവേ എൻ്റെ പിറകെ തന്നെയാണ് നടക്കുന്നത്. 6:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഓടി വന്ന് ഈ സീനാണ് നടക്കുന്നത്. അത് കിട്ടണ വരെ അവൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ നേരത്തെ പ്രോബിക്കാൽ ആ 3 സപ്ലിമെൻറ്റ് ചില പപ്പീസൊക്കെ കഴിക്കും. അവർക്ക് ചിലപ്പം പാടാവണമെന്നൊന്നുമില്ല, അവർക്ക് ഇഷ്ടമായിരിക്കാം. ബട്ട് ചില പപ്പീസിനൊന്നും സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല.
ഇത് ടോക്കിയോയുടെ നൈറ്റ് റൊട്ടീനാണ് കേട്ടോ. ഡെയിലി കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വൈപ്സ് എടുത്ത് നന്നായിട്ട് കാലും കൈയും മുഖവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കണ്ണും ചെവിയും നന്നായിട്ട് നമ്മൾ ക്ലീനായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ണ് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം ഈ സിറിഞ്ച് നല്ല വൃത്തിയുള്ളൊരു സിറിഞ്ച് എടുക്കുക. അതിനകത്ത് നോർമൽ വാട്ടർ എടുത്ത് ജസ്റ്റ് ഒരു ഡ്രോപ്സ് ഓർ 2 ഡ്രോപ്സ് ഒന്ന് കണ്ണിൽ ഒന്ന് ഒഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാതെ അപ്പോഴത്തേക്ക് വേറെ നമ്മൾ ജസ്റ്റ് ചെവിയും അതൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം കണ്ണ് ഒന്ന് തുടച്ചങ്ങ് പതുക്കെ കണ്ണിനകത്തുള്ള എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തോട്ട് വന്നോളും ആ സമയത്ത്. പിന്നെ നന്നായിട്ട് ഇപ്പം ആക്ച്വലി ആദ്യമൊക്കെ ടോക്കിയോ സമ്മതിക്കുമായിരുന്നു കേട്ടോ, തുടയ്ക്കാനും എല്ലാത്തിനും സമ്മതിക്കുമായിരുന്നു. ഞാൻ അന്ന് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇച്ചിരി ആൾ പിടികെട്ടി തുടക്കി ഞാൻ സിറിഞ്ച് എടുത്തുകൊണ്ട് വരുമ്പോഴേ ആൾക്ക് മനസ്സിലാവും ഞാൻ വെള്ളം ഒഴിക്കാൻ പോവുകയാണെന്നുള്ള കാര്യമൊക്കെ. അതുകൊണ്ട് ഇപ്പം സമ്മതിക്കാനൊക്കെ വളരെ പാടാണ്. ഞാൻ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഡെയിലി ഒന്ന് രാവിലെയും വൈകിട്ടും ഒന്ന് മാക്സിമം ഒന്ന് ചീകി കൊടുക്കുക, മുടി ഒന്ന് ചീകി കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പം കുഞ്ഞായതുകൊണ്ട് മിക്കുള്ളവരും വിചാരിക്കും പിന്നെ ഇപ്പം വേണ്ട, ഇപ്പം ഹെയറൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇപ്പം വേണ്ടാന്ന് വിചാരിച്ച് കാണും. കാരണം എനിക്ക് പോലും ഇങ്ങനൊരു ഡൗട്ടുണ്ടായിരുന്നു. ഞാനും ചെയ്ത് കൊടുക്കില്ലായിരുന്നു. പലപ്പോഴൊക്കെ ഞാനൊന്ന് ചീകി കൊടുക്കുമായിരുന്നു. പിന്നെയാണ് എനിക്കൊരു ആലപ്പുഴയിൽ നിന്നുള്ളൊരു ബ്രീഡറാണ് കേട്ടോ, ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാര്യങ്ങളൊക്കെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് അപ്പം ക്ലിയർ ചെയ്ത് തരികയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ആൾ പറഞ്ഞു ഇതുപോലെ രാവിലെയും വൈകിട്ടും ഒക്കെ മുടി ചീകി കൊടുക്കണം. ചീകി കൊടുക്കുന്നത് അവരെ നല്ല മുടി വളർന്ന് വരാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അത് അവർക്ക് നല്ലതുമാണ്. അതുകൊണ്ട് ഡെയിലി രാവിലെയും വൈകിട്ട് ഒന്ന് ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും എന്ന് ഇന്നത്തേക്ക് ഐ തിങ്ക് that's all we have for you today. So thanks for watching. If you enjoyed this video, click the subscribe button so you can receive more videos like this every week. So again, bye all. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then, take care. Goodbye from JB Vlogs.